നാം നിൽക്കുമ്പോൾ തന്നെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹീത ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഈ ആരാധനയിൽ ദൈവിക സാന്നിധ്യം പകർന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളിന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. വചനം അവിടുത്തെ സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തെ വക ഒന്നതുപോലെ ക്രൂശിന്റെ മറവിൽ വഹിച്ചാലും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ വിശുദ്ധ ആരാധനയിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പുതിയൊരു വർഷത്തിന്റെ 2ാമത് മാസത്തിന്റെ ആദ്യ വിശുദ്ധ ദിവസം നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഇന്ന് ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വിഷയം കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനെ സ്തുതിക്കുക, ആരാധിക്കുക. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന മഹത്വവും സ്തുതിയും സ്തോത്രവുമാണ് ആരാധന എന്നുള്ളത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ്. എന്നാൽ നമ്മുടെ ആരാധനകൾ ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ദൈവത്തെ ആരാധിക്കുവാനുള്ള നമ്മുടെ മനോഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചുവോ? ആരാധനയ്ക്ക് നാം ഇന്ന് നൽകുന്ന പ്രാധാന്യം എങ്ങനെയാണ്? നമ്മുടെ ജീവിതത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ച് വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ യോഗ്യമാം വിധം ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിനുവേണ്ടി നാം സമയം വേർതിരിക്കുന്നുണ്ടോ? ഇതൊക്കെ നാം ഇന്ന് ചിന്തിക്കുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വവും ദൈവത്തോടുള്ള നമ്മുടെ ആത്മാർത്ഥമായ മനോഭാവവുമാണ്. അപ്പോൾ എന്താണ് ആരാധന എന്ന് പറയുന്നത്? അപ്പോൾ ആരാധിക്കുവാനായി കടന്നു വരുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ തുടങ്ങി ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തിന്റെ സന്നിധി വരെ എത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് ആരാധന. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ദൈവ ജനമായിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലാണ് ആരാധന ആരംഭിക്കേണ്ടത്. അപ്പോൾ ഉപരിപ്ലവമായ ഒരു അനുഭവത്തിലല്ല, പിന്നെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വീകരിക്കാനും ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്നതായ ഒരു ആത്മീയ അനുഭവമാണ് ആരാധന. അപ്പോൾ ആരാധന കേവലം അധര ജൽപ്പനങ്ങളല്ല. പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ ഹൃദയത്തിലാണ് ആരംഭിക്കേണ്ടത്. ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു മനോഭാവം രൂപപ്പെടുമ്പോൾ അതിന് ആത്മാർത്ഥതയുടെ തലങ്ങൾ ഉളവാകപ്പെടുകയാണ്. എന്നാൽ ഉപരിപ്ലവമായി മറ്റുള്ളവർക്ക് വിളങ്ങുന്നതിന് വേണ്ടി നാം ആരാധിക്കുമ്പോഴാണ് അധരജൽപ്പനങ്ങളായി നമ്മുടെ ആരാധനകൾ പരിണമിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ച്
അത് ദൈവത്തെ നാം ആരാധിക്കുമ്പോഴാണ് ആരാധനയുടെ സൗരഭ്യവും ആരാധനയുടെ ആത്മീയമായ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാംശീകരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവാലയത്തിലേക്ക് ഓടി വരുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ ആരാധനകൾ ശുഷ്കമാകുവാൻ കാരണം നമ്മുടെ മനോഭാവങ്ങളാണ്. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്നും ആരാധന ആരംഭിക്കുമ്പോൾ നമുക്ക് ദൈവാലയ ആരാധനകളിൽ ഓടിക്കൂടുവാനും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ധർമ്മമാണ്. എൻ്റെ ഈ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്ന കാലത്തോളം ഞാനത് നിർവഹിക്കേണ്ട ഒരു ആത്മീയ അനുഭവമാണ് എന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് ആരാധനയ്ക്ക് ജീവനും വിശുദ്ധിയും ആത്മീയ ചൈതന്യവും കൈവരുന്നത്. അവിടെയാണ് ആരാധനയ്ക്ക് നാം പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ആരാധനയ്ക്ക് സമയം കണ്ടെത്തുവാൻ നാം അതെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും ഹൃദയങ്ങളിൽ എന്തുമില്ലാത്ത ഒരു ശാന്തതയും ആത്മീയ അനുഭവവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നാം ഇന്ന് പാഠമായി വായിച്ച പഴയ നിയമ വേദഭാഗം, അവിടെ ഒരു ആരാധനയുടെ അന്തരീക്ഷത്തെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകന് ദൈവാലയത്തിൽ ഒരു ആരാധന മധ്യേ ലഭിച്ച ഒരു ദർശനത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒരു ആരാധന സന്ദർഭം, അതായത് യെരൂശലേമിലെ അത് നവവത്സര പെരുന്നാളിൽ ദൈവത്തിന്റെ രാജ്യത്വത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും പ്രകീർത്തിച്ചുകൊണ്ട് ജനം ദൈവത്തെ ആരാധിക്കുക ഒരു പതിവായിരുന്നു. അപ്രകാരമുള്ള ഒരു ആരാധന മധ്യത്തിലാണ് നമ്മുടെ യെശയ്യാ പ്രവാചകൻ ഈ ആരാധനയെ കുറിച്ചുള്ള ഒരു ദർശനം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ഇന്ന് നാം ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ഈ ഒരു ദർശന സായുജ്യം നമുക്ക് ലഭ്യമായോ എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിടുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തൻ അതേ സർവശക്തനായ ദൈവത്തിന് മഹത്വം കരേറ്റി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടേയിരുന്നു. ഈ സാറാഫുകൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെ സർവഭൂമിയും നിറഞ്ഞിരിക്കുന്ന ദൈവിക ദർശനമാണ് ആരാധനയിലൂടെ യെശയ്യാ പ്രവാചകൻ ദർശിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഈ സാറാഫുകളുടെ ശുശ്രൂഷയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ മുഖം മൂടി, നമ്മുടെ പാദം മൂടി, ഉത്സാഹത്തോടെ പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നതായ ഒരു ആത്മീയ അനുഭവം ഈ ആരാധനയിൽ ഇവിടെ യെശയ്യാവിന് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിന്റെ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ വരെ കുലുങ്ങി എന്നുള്ളതാണ്. നാം ഇന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ എത്ര പേർ തങ്ങളുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ച് അത് ദൈവം നൽകിയിരിക്കുന്ന അധരങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഉപയോഗിച്ചു എന്ന് നാം ഒന്ന് ശാന്തമായി ചിന്തിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് സംസാരിക്കുവാൻ
സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ നാവ് നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം പരിശുദ്ധൻ 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 എന്ന ദൈവത്തെ ആക്കുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത്. അവിടെയാണ് ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ദർശന സായുജ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഈ ആരാധനയിലെ 3 സന്ദർഭങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവ മഹത്വം ദർശിച്ചുകൊണ്ടുള്ള ഒരു ആരാധനയിലാണ് യെശയ്യാ പ്രവാചകൻ സംബന്ധിച്ചത്. നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ദൈവ മഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ഇവിടെ ദൈവാലയത്തിൽ പ്രവേശിക്കുന്ന ഒരു ആരാധകന് അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ ഒരു മനോഭാവം എന്ന് പറയുന്നത്, എന്റെ ദൈവത്തെ എനിക്കിന്ന് ദർശിക്കുവാനായിട്ട് കഴിയണം. ആ ദൈവത്തെ ദർശിക്കുവാനായിട്ട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർ അനുദപിക്കുന്ന ഹൃദയത്തോടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഹൃദയത്തിൽ ദൈവിക ദർശനങ്ങൾ കൊണ്ട് നിറയുന്നത്. ഇവിടെ യെശയ്യാ പ്രവാചകൻ ദൈവ സന്നിധിയിൽ ദൈവ മഹത്വം ദർശിച്ച് ദൈവത്തെ ആരാധിക്കുകയാണ്. ഈ ആരാധനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഔന്നത്യവും ദൈവത്തിന്റെ മഹത്വവും അതെ ഇവിടെ യെശയ്യാ പ്രവാചകൻ ദർശിക്കുകയാണ്. അതെ, ദൈവത്തെ ആരാധിക്കുന്ന ആലയത്തിൽ അതെ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവവും അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ അനുഗ്രഹീതമായ അനുഭവങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന സാറാഫുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവർക്ക് 6 ചിറകുകൾ ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയല്ലോ. 2 കൊണ്ട് അവരുടെ മുഖം മൂടി. ഇപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുഖം ഉയർത്തി കാണിക്കുക എന്നുള്ളതല്ല, ദൈവമുഖം എന്റെ മുഖത്ത് പ്രകാശിക്കുവാൻ എല്ലാവരും അവരവരുടെ മുഖങ്ങളെ ദൈവസന്നിധിയിൽ മൂടേണ്ടതായിട്ടുണ്ട്. അതായത് ദൈവസന്നിധിയിൽ വിനയപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാകുന്നു നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഞാനെന്ന ഭാവത്തോടെ ആരെങ്കിലും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അവർക്ക് ദൈവീക ദർശനം ലഭ്യമല്ല. എന്നാൽ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുന്ന ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ ദർശന സായുജ്യം ആരാധനയിലൂടെ നമുക്ക് ലഭ്യമാകും. അതിനാണ് നമ്മുടെ മുഖം മൂടി നാം ദൈവത്തെ ആരാധിക്കണം എന്നിവിടെ പറയുന്നത്. രണ്ടാമത്, സാറാഫുകൾ 2 ചിറക് കൊണ്ട് അവരുടെ പാദങ്ങൾ മൂടുകയാണ്. അതായത് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. നിൽക്കുവാൻ പാടില്ലാത്ത ഇടങ്ങളിൽ നിൽക്കാതെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതായ ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇത്രയും ആയതിനു ശേഷം അവർ 2 ചിറക് കൊണ്ട് പറക്കുകയാണ്. അതായത് അലസതകൾ വെടിഞ്ഞ് ഉത്സാഹത്തോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. അത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്നതായ ഒരു അനുഭവമാണ് ആരാധനയിലൂടെ ലഭ്യമാകുന്നത്. ഇത്രയും ആകുമ്പോഴാണ് ദൈവമുഖം ദർശിക്കുന്നതായ ഒരു അനുഭവം ആരാധനയിലൂടെ ലഭ്യമാകുന്നത്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവ സന്നിധിയിൽ നിന്ന് കടന്നു വന്നപ്പോൾ നമ്മുടെ മനോഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാനെന്ന ഭാവത്തോടുകൂടെയാണോ, വിനയ ഭാവത്തോടുകൂടെയാണോ നാം ദൈവസന്നിധിയിൽ പ്രവേശിച്ചത്? ദൈവസന്നിധിയിൽ കടന്നു വന്നതിന് ശേഷം ഒരു സ്വയം ശോധന നമ്മുടെ ജീവിതത്തിൽ ഉളവായോ? ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? എവിടെയൊക്കെ നടന്നിട്ടാണ് ഞാൻ ദൈവാലയത്തിലേക്ക് കയറി വന്നത്? എന്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുകയും അനുതാപത്തോടുകൂടെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സ്തോത്രം കരയറ്റുമ്പോൾ ദൈവിക ദർശനം നമുക്ക് ലഭ്യമാകുന്നതായ അനുഭവങ്ങളാണ്. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്വയം തിരിച്ചറിയുന്ന ആരാധന എന്നുള്ളതാണ്.
പ്രിയമുള്ളവരെ, സ്വയം തിരിച്ചറിയുന്ന ആരാധന. അതായത് ആരാധിക്കുവാൻ ദൈവസ്ഥാനത്തിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും അവന്റെ ഹൃദയത്തിൽ ദൈവിക ചിന്തകളും ദൈവിക ഭാവങ്ങളും കൊണ്ട് നിറയപ്പെടുമ്പോൾ അവൻ മറ്റുള്ളവരിലേക്കല്ല നോക്കുന്നത്, തന്നിലേക്ക് തന്നെയാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ ദൈവാലയത്തിൽ പ്രവേശിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി തന്റെ ഹൃദയം വിനയപ്പെടുത്തിയപ്പോൾ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു മനോഹര ചിത്രമാണ് ദർശിക്കുന്നത്. അത് ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന അനുഭവങ്ങൾ, ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ട ആലയം, ദൈവത്തിന്റെ വസ്ത്രത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ആലയം. ഈ ഒരു സന്തോഷകരമായ അനുഭവം ഇവിടെ യെശയ്യാവിനെ കൊണ്ടുവന്ന് എത്തിച്ചത് തന്റെ ഹൃദയത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിലായിരുന്നു. അപ്പോൾ ആരാധിക്കുവാനായി കടന്നു വരുന്ന ഏതൊരു വ്യക്തിയും അവൻ ദൈവത്തെ ദർശിച്ചാൽ അവന്റെ ഹൃദയത്തിലേക്ക് തന്റെ ജീവിതത്തെ കൊണ്ടുവരുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ മധ്യേ പാർക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കണ്ടുവല്ലോ എന്ന് ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. ദൈവത്തെ ദർശിച്ച ഏതൊരു ദൈവ പൈതലും തന്നിലേക്ക് ഒന്ന് നോക്കാതിരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ വാസ്തവമായി യേശുവിനെ നാം ദർശിച്ചാൽ തീർച്ചയായും നമ്മുടെ കുറവുകളെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് കഴിയും. സക്കായിയുടെ അനുഭവം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. യേശു സക്കായിയെ കണ്ടപ്പോൾ തന്നെ അവന്റെ ജീവിതത്തിന് രൂപാന്തരം വരികയാണ്. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ദർശിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ കുറവുകളെ കുറിച്ച് അനുദപിക്കുന്നതായിരിക്കണം ആരാധന എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കുറവുകളെ കുറിച്ച് നാം അനുദപിക്കുമ്പോഴാണ് ദൈവിക ദർശനം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ യെശയ്യാ പ്രവാചകൻ കാണുന്ന ദർശനം ഒരു സാറാഫുകളിൽ ഒരുത്തൻ കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ യാഗപീഠത്തിൽ നിന്ന് കൊണ്ടുവന്ന് തന്റെ നാവിനെ തൊടുകയാണ്. അതായത് അവനെ വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശുദ്ധീകരണത്തിലാണ് അവന് ദൈവത്തെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിലും യേശു ഇത് തന്നെ പറയുന്നു, അത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയ ശുദ്ധിയാണ് ആരാധനയിലൂടെ നമുക്ക് കൈവരേണ്ടതായ ആത്മീയ അനുഭവം എന്ന് പറയുന്നത്. ഈ ഹൃദയ ശുദ്ധിയിലാണ് ദൈവത്തെ സ്തുതിക്കുവാനും അത് വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനുമുള്ള ഒരു മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ ഉടലെടുക്കുന്നത്. ഇവിടെ കേവലം അധര ജൽപ്പനങ്ങളല്ല, പിന്നെയോ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് തുടങ്ങി അതേ സ്വർഗീയ ദൈവിക സന്നിധി വരെ എത്തുന്ന ഒരു തീർത്ഥയാത്രയായി ആരാധന രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ആരാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന ജീവിത അശുദ്ധികളോ ജീവിതത്തിന്റെ പ്രലോഭനങ്ങളോ ജഡത്തിന്റെ ഇമ്പങ്ങളോ നമ്മെ വിട്ട് മാറണമെങ്കിൽ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന ചിന്ത ദൗത്യ നിയോഗം പ്രാപിക്കുന്ന ഒരു ആരാധനയായിട്ടാണ് യെശയ്യാ പ്രവാചകൻ ആരാധനയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായതായ ഒരു അനുഭവം. ഇപ്പോൾ ആരാധനയിലൂടെ തന്റെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവ വിളിക്ക് യോഗ്യമായി തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഇവിടെ യെശയ്യാ പ്രവാചകൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ദൈവസന്നിധിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, അത് ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ളതായ ആ ദൈവ വിളിക്ക് മുമ്പിൽ യെശയ്യാ പ്രവാചകൻ തന്നെ സമർപ്പിക്കുന്നു.
അടിയനെ അയക്കേണമേ. അതേ പ്രിയമുള്ളവരെ, ആരാധനയിലൂടെ ദൈവത്തെ ദർശിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരു ദൈവിക നിയോഗത്തിന് വേണ്ടി അത് തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന അത് ഒരു ആത്മീയ അനുഭവമാണ് ആരാധനയിലൂടെ ഉരുത്തിരിയുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അടിയനെ അയക്കേണമേ. അതായത് പിന്നെ നമ്മുടെ ജീവിതം ദൈവത്താൽ നിയന്ത്രിതമായ ദൈവ നിയോഗം അനുസരിക്കുന്നതായ ഒരു ആത്മീയ അനുഭവമാണ് എന്നുള്ളതാണ്. ഇവിടെ ദൈവിക ദർശനമാണ്. ആരാധനയുടെ മധ്യത്തിൽ യെശയ്യാ പ്രവാചകന് ലഭിച്ച ദൈവിക ദർശനമാണ്. ദൈവത്തെ ദർശിക്കുവാനും തന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുവാനും ഒരു വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിപ്പാനും ദൈവസന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിക്കുവാനുമുള്ളതായ ഒരു ഉൾവിളിയിലേക്ക് താൻ പ്രവേശിക്കുന്നത്. ഇവിടെ സാറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ നമുക്കും ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു ആത്മപ്രേരണ ഈ നാളുകളിൽ അനിവാര്യമായിരിക്കുന്നു. സാറാഫുകൾ തങ്ങളുടെ മുഖം മൂടിയതുപോലെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന പ്രിയ ദൈവജനമേ, ഞാനെന്ന ഭാവം മാറ്റിവെച്ച് ദൈവത്തിന്റെ മുഖം ദർശിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ വിനയത്തോടും ഞാൻ പാപിയായ മനുഷ്യനോട് കരുണ തോന്നണമേ എന്ന അനുതാപ ഹൃദയത്തോടുകൂടെ നാം ദൈവ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ കാലുകളെ നാം മൂടി ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിൽക്കുവാൻ പാടില്ലാത്ത ഇടങ്ങളിൽ നാം നിൽക്കാതെ, നടക്കുവാൻ പാടില്ലാത്ത ഇടങ്ങളിൽ നാം പോകാതെ, ഇരിക്കുവാൻ പാടില്ലാത്ത ഇടങ്ങളിൽ നാം ഇരിക്കാതെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നാം ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മൂന്നാമതായിട്ട് നാം ജാഗരൂകരായി ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. അതായത് ഈ സാറാഫുകൾ രണ്ട് ചിറകുകൾ കൊണ്ട് അവർ പറക്കുകയാണ്. അവരുടെ കാലുകൊണ്ട് അവർ നടന്നല്ല, ഓടിയല്ല, പിന്നെ പറന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതായത് അലസതകളെല്ലാം വെടിഞ്ഞ് നമ്മെ പിന്നോട്ട് വലിക്കുന്ന ആരാധനയിൽ കടന്നു വരുന്നതിൽ നിന്നും നമ്മെ തടസ്സപ്പെടുത്തുന്ന ഒരു പക്ഷേ ധനത്തിന്റെ മോഹങ്ങളായിരിക്കും, ചിലപ്പോൾ ജഡത്തിന്റെ പ്രലോഭനങ്ങളായിരിക്കും, ചിലപ്പോൾ പൈശാചിക പ്രലോഭനങ്ങളായിരിക്കും. ഇവയെല്ലാം വിട്ടൊഴിഞ്ഞ് അത് ഉത്സാഹത്തോടെ പറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, അതെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് നാം ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് തുടങ്ങുന്ന ആരാധന ദൈവസന്നിധിയിൽ സൗരഭ്യവാസനയുള്ള യാഗമായി സമർപ്പിക്കുവാനായിട്ട് കഴിയും. ഈ ആരാധനയാണ് നമ്മെ അനുഗ്രഹീതമായ അനുഭവങ്ങളിലേക്ക് വഴി നടത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് ഉണർന്ന് അനുതാപത്തോടുകൂടെ വാസ്തവമായി നമ്മുടെ അധരങ്ങളെ തുറന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന് ദൈവസന്നിധി വരെ എത്തുന്ന സൗരഭ്യവാസനയുടെ യാഗമായി നമ്മുടെ ആരാധനകളെ സമർപ്പിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.